ഈ ആയത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഖുൽ, പറയൂ നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തിന്മ ചെയ്തവരെ, പാപങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാവുമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തൗബ ചെയ്താൽ ഏത് പാപവും ശിർക്കടക്കം തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കും. തൗബ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ അല്ലാഹുവിന് മറ്റെല്ലാ തെറ്റുകളും പുറത്തു തരാം. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. എന്റെ അടിമകളോട് പറയൂ നബിയേ, അവരോട് പറയണേ, നിരാശപ്പെടരുത്. അല്ലാഹു നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്, നിങ്ങൾ തിന്മയിൽ കുളിച്ചു വന്നവരാണെങ്കിൽ തന്നെയും. അലി റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നു, എന്നാൽ ഇന്നാ നഹ്നു അഹ്ലൽ ബൈത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ആയത്തല്ല, വേറൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. അത് സൂറത്തുൽ ളുഹായിലെ ആയത്താണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു അങ്ങേക്ക് നൽകും നാളെ പരലോകത്ത്. ഹത്താ തർളാ, അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ അല്ലാഹു അങ്ങേക്ക് നൽകും നബിയേ. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, വലൻ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തമാവില്ല. ഞാൻ പൊരുത്തപ്പെടുന്നവരെ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞില്ലേ, അതിനർത്ഥം എന്റെ ഉമ്മത്തികളിലെ അവസാനത്തെ ആള് പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ആയത്തിന്റെ സാരം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുള്ള ആയത്ത് ഹബീബായ നബി ഞങ്ങൾക്ക് അല്ലാഹു മതിവരോളം കൊടുക്കും എന്ന് പറഞ്ഞ ആയത്താണ്. കാരണം ഒരാളെങ്കിലും നരകത്തിൽ വീണാൽ എനിക്ക് മതി വരില്ല, എനിക്ക് ഇഷ്ടമാവില്ല എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. അതുകൊണ്ട് അവസാനത്തെ ആളെ പോലും ഈ ഉമ്മത്തിയാവണം. ഹബീബിനോടുള്ള സ്നേഹം വേണം, ഹബീബിനോടുള്ള മഹബ്ബത്ത് വേണം, അവിടുന്ന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ടേ ഇനി രക്ഷയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബിന്റെ തിരുദർശനം സ്വപ്നത്തിലും നാളെ യഖ്ളത്തിലും നൽകണമേ തമ്പുരാനെ. അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തികളായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ.